വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പടവലങ്ങ തോരനാണ്. അതിനായി 300 ഗ്രാം പടവലങ്ങ എടുത്തിട്ടുണ്ട്, 2 സബോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 2 കറിവേപ്പില, തേങ്ങ ചിരകിയത് 3 ടേബിൾ സ്പൂണ്. ഇനിയും പടവലങ്ങ എങ്ങനെ അരിയുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ മെല്ലെ മെല്ലെ കൊത്തി ഇങ്ങനെ കൊത്തി മെല്ലെ അരിഞ്ഞാൽ മതി, നല്ല നൈസായിട്ട്. ഇപ്പം ഞാൻ പടവലങ്ങ അരിഞ്ഞു, സബോള അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു. ഇനിയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് തീ കത്തിക്കാം. ഇതിന് നമുക്ക് തവ ചൂടാകുമ്പോൾ നമുക്ക് 3/4 ടേബിൾ സ്പൂൺ എണ്ണ മതി കേട്ടോ. ഫുള്ള് വേണ്ട, ഒരു 3/4 ടേബിൾ സ്പൂൺ എണ്ണ മതി. 3/4 ടേബിൾ സ്പൂൺ എണ്ണ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. കടുകിടാം നമുക്ക്. കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് കരിയാപ്പിലയും കുറച്ച് സവോളയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കരിയാപ്പില പൊട്ടിയ ഉടനെ ബാക്കി നമ്മുടെ പച്ചമുളകും സവോളയും കൂടെ ഇടാം. സവോള ഒന്ന് വഴന്നാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് തീ വയ്ക്കാം. ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ. അത് ആ സബോളയോട് ഒന്ന് ചേരുന്ന മാത്രമേ ഉള്ളൂ, ഒരുപാട് നേരം ആകരുത്. എന്നിട്ട് നമുക്ക് ഉപ്പിടാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ടു. ഇനി നമുക്ക് നമ്മുടെ പടവലങ്ങ അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും.
നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് സെൻറ്ററിലോട്ട് നമ്മുടെ തേങ്ങ പിന്നീട് സെൻറ്ററിലോട്ടാക്കാം. എടുത്തിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ആ തേങ്ങ നമ്മുടെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് അമർത്തി വെച്ചിട്ട് ഇത് കുറച്ച് നേരത്തേക്കിന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം നമുക്ക് എന്തായിരുന്നുണ്ട്. ആവി പറക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പടവലങ്ങയുടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. തോരന് വേണ്ടി നല്ല സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പടവലങ്ങ ചില പടവലങ്ങയ്ക്കകത്ത് വെള്ളമുണ്ടാവും. അപ്പോൾ അത് കൊത്തി അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി അതിൻ്റെ വെള്ളം കുറച്ച് വെള്ളം കളയണം. അല്ലെങ്കിൽ ഇങ്ങനെ ശരിക്കുള്ള തോരനം കിട്ടാൻ പ്രയാസമാണ്. ഇതിപ്പോൾ നല്ല പടവലങ്ങയായിരുന്നു. ഏറെക്കുറെ നമ്മുടെ ആയിട്ട് ഒരു ആവിയുടെ വന്നാൽ നമ്മുടെ പടവലങ്ങ ഓക്കെ ആയി. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഉപ്പ് വരുമായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം ഉപ്പുണ്ടോ. ഉപ്പൊക്കെ പാകമാണ്. ഇനിയും ഇങ്ങനെ തന്നെ അടച്ച് ഒരു 3/4 ഭാഗവും വെന്തിട്ടുണ്ട്. ഇനി അടച്ച് നമ്മളൊരു 2 മിനിറ്റ് തീ ഓഫ് ചെയ്ത് 2 മിനിറ്റ് അടച്ച് ഓഫ് ചെയ്ത് വെക്കുക. നല്ല സൂപ്പർ പടവലങ്ങ തോരൻ റെഡിയാകും. ഓക്കെ. പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സഹായിക്കണം. താങ്ക് യു ഫോർ